മഞ്ഞുമൂടിയ മലനിരകളും കഠിനാധ്വാനികളായ കർഷകരും നിറഞ്ഞ ഇടുക്കിയുടെ മണ്ണിൽ നവോന്മേഷം പകർന്ന് കേരളയാത്ര. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരളയാത്ര 12ാം ദിനം ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചപ്പോൾ ഹൈ റേഞ്ചിൽ മാനവികതയുടെ മൃദുമന്ത്രണങ്ങൾ ഉയർന്നു. മനുഷ്യ വന്യജീവി സംഘർഷവും മുല്ലപ്പെരിയാർ ഭീഷണിയും കൊണ്ട് വീർപ്പുമുട്ടുന്ന മലയോര ജനതയ്ക്ക് ആശ്വാസത്തിന്റെ ജീവവായു പകർന്നാണ് കേരളയാത്ര പ്രയാണം നടത്തിയത്. രാവിലെ 9 മണിക്ക് അച്ഛൻ കവലയിലെ ജില്ലാ അതിർത്തിയിൽ ഉജ്ജ്വല സ്വീകരണമാണ് റാലിക്ക് ലഭിച്ചത്. 11 മണിക്ക് തൊടുപുഴയിൽ നടന്ന സ്നേഹവിരുന്നിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. വൈകുന്നേരം തൊടുപുഴ നഗരത്തെ ആവേശത്തിമർപ്പിലെത്തിച്ച റാലിയോടെ ജില്ലയിലെ പര്യടനം അവസാനിച്ചു. അച്ചടക്കത്തിന്റെ കരുത്തുമായി നീങ്ങിയ സെന്റിനറി ഗാർഡുകൾക്ക് പിന്നാലെ കാന്തപുരം ഉസ്താദിന്റെ വാഹനവ്യൂഹം കടന്നുപോയപ്പോൾ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. റാലിക്ക് ശേഷം പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നഗറിൽ നടന്ന സ്വീകരണ സമ്മേളനവും പ്രൗഢമായി. കർഷകരുടെ വിയർപ്പിനും കണ്ണീരിനുമൊപ്പമാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ചാണ് കേരളയാത്ര ജില്ലയിലൂടെ നീങ്ങിയത്. കുടിയേറ്റ ജനതയുടെ അവകാശങ്ങളും കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളും യാത്രയുടെ ഭാഗമായി ചർച്ചയായി. ജാതിമതഭേദമന്യേ സർവരും ഒരേ മനസ്സോടെ ഈ പ്രയാണത്തെ പുൽകിയപ്പോൾ ഇടുക്കിയുടെ ചരിത്രത്തിൽ കേരളയാത്ര പുതിയൊരു അധ്യായം രചിക്കുകയായിരുന്നു.